മാതർമേ മധുകൈഢഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्डार्तिनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहराशुदुरितं ദുർഗേ നമസ്തേ അംബികേ. ദേവി മഹാത്മ്യം തുടരുകയാണ്. ദേവി മഹിഷാസുരൻ്റെ സൈന്യങ്ങളെയൊക്കെ വധിച്ചു. ഇത് കഴിഞ്ഞ് ചിക്ഷുഷൻ എന്നുള്ളതായിട്ടുള്ള സേനാപതി യുദ്ധത്തിനായിട്ട് വന്നു എന്ന് പറഞ്ഞു. സിംഹമാഹത്യ ഖഡ്ഗേന തീക്ഷ്ണധാരേണ മുക്തനി ആജഘാന ഭുജേ സവ്യേ ദേവീമപ്യതിവേഗവാൻ. അതിവേഗവാൻ ചിക്ഷുര, അതിവേഗത്തോടു കൂടിയതായിട്ടുള്ള ആ ചിക്ഷുരൻ എന്നുള്ളതായിട്ടുള്ള സേനാപതി സിംഹം ആഹത്യ ഖഡ്ഗേന, സിംഹം ആഹത്യ ഖഡ്ഗം കൊണ്ട്, തൻ്റെ വാളുകൊണ്ട് സിംഹം ആഹത്യ, സിംഹത്തിനെ, ദേവിയുടെ വാഹനമായിട്ടുള്ള ആ സിംഹത്തിനെ അടിച്ചു എന്നാണ്. സിംഹം ആഹത്യ ഖഡ്ഗേന, ഖഡ്ഗം കൊണ്ട് സിംഹത്തിനെ അടിച്ചിട്ട്, സിംഹത്തിനെ അടിച്ചതിന് ശേഷം തീക്ഷ്ണധാരേണ മൂർധനി, സിംഹത്തിൻ്റെ മൂർധാവിൽ, തലയ്ക്കിൽ തന്നെ അടിച്ചു എന്നാണ്. തീക്ഷ്ണധാരേണ ഖഡ്ഗേന, തീക്ഷ്ണമായ ധാരയോടുകൂടിയ അറ്റം, വക്ക്, ആ തീക്ഷ്ണമായ അഗ്രത്തോടു കൂടിയ വക്കോടു കൂടിയതായിട്ടുള്ള തൻ്റെ വാളുകൊണ്ട് സിംഹത്തിൻ്റെ മൂർധാവിൽ അടിച്ചു. സിംഹസ്യ മൂർധനി, സിംഹം മൂർധനി ആഹത്യ, സിംഹത്തിനെ മൂർധാവിൽ, ശിരസിൽ അടിച്ചിട്ട് തീക്ഷ്ണധാരേണ ഖഡ്ഗേന, തീക്ഷ്ണമായിട്ടുള്ള ധാരയോടുകൂടിയ വക്കോടുകൂടിയതായിട്ടുള്ള ഖഡ്ഗം കൊണ്ട് സിംഹത്തിനെ മൂർധാവിൽ അടിച്ചു. എന്നിട്ട് ആജഘാന ഭുജേ സവ്യേ ദേവീമപ്പി അതിവേഗവാൻ, അതിവേഗവാൻ വളരെ വേഗത്തിൽ, അതായത് ഖഡ്ഗം വീശുന്നതൊക്കെ വളരെ വേഗത്തിലാണ്. സേനാപതിയാണ് മഹിഷാസുരൻ്റെ. അപ്പോൾ അത് നല്ല കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ ആ വേഗവാൻ, വളരെയധികം വേഗത്തോടു കൂടി ആജഘാന ഭുജേ സവ്യേ ദേവീമപി, ദേവീം അപി, ദേവിയെയും സവ്യേ ഭുജേ ആജഘാന, സവ്യഭുജേ, സവ്യഭുജത്തിൽ, ഇടത്തെ കയ്യിൽ അടിച്ചു എന്നാണ്. ആജഘാന പ്രഹരിച്ചു, ദേവിയുടെ ഇടത്തെ ഭുജത്തിൽ പ്രഹരിച്ചു എന്നാണ്. ദേവീമപ്പി അതിവേഗവാൻ, വളരെ വേഗത്തിൽ സിംഹത്തിൻ്റെ ശിരസിൽ അടിച്ചു. അത് കഴിഞ്ഞ് ദേവിയുടെ കയ്യിലും അടിച്ചു എന്നുള്ളതാണ്. തസ്യ ഖഡ്ഗോഭുജം പ്രാപ്യ പഫാല നൃപനന്ദന തതോ ജഗ്രാഹശൂലം സ കോപദാരുണലോചന. ഖഡ്ഗ, ആ ഖഡ്ഗം, അതായത് ചിക്ഷുരൻ ഉപയോഗിച്ചതായിട്ടുള്ള ആ ഖഡ്ഗം, തസ്യാഹ, ആ ദേവിയുടെ ഭുജം പ്രാപ്യ, ഭുജത്തെ പ്രാപിച്ചിട്ട്, ഭുജത്തിൽ അടിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ ഭുജത്തിൽ ചെന്ന് തട്ടിയിട്ട് പഫാല, ഒടിഞ്ഞു, അതങ്ങോട്ട് പൊട്ടി, ഖഡ്ഗം തന്നെ പൊട്ടി എന്നാണ്. അതായത് ദേവിയുടെ കയ്യിനുള്ളതായിട്ടുള്ള ബലം കൊണ്ട് ആ ഖഡ്ഗം രണ്ടായിട്ട് പിളർന്നു, പൊട്ടി എന്നാണ്. തസ്യാഹ ഖഡ്ഗ, തസ്യാഹ ഭുജം എന്നെടുക്കണം. തസ്യാഹ ഖഡ്ഗ എന്നല്ല, തസ്യാഹ ഭുജം പ്രാപ്യ, ആ ഖഡ്ഗം, അതായത് ചിക്ഷുരൻ്റെ ഖഡ്ഗം, തസ്യാഹ ഭുജം പ്രാപ്യ, ആ ദേവിയുടെ ഭുജത്തെ പ്രാപിച്ചിട്ട്, ഭുജത്തിൽ കൊണ്ടപ്പോൾ, സ്പർശിച്ചപ്പോൾ പഫാല, പഫാല പൊട്ടിപ്പോയി, പിളർന്നു പോയി. നൃപനന്ദന, രാജാവിനോട് പറയണതാണ്, അതായത് ഈ സന്യാസി പറയണതാണ്. പഫാല നൃപനന്ദന എന്ന് സംബോധന. തതോ ജഗ്രാഹശൂലം സ കോപദാരുണലോചന. തതഃ, അനന്തരം, സഹ, അവൻ, അതായത് ചിക്ഷുരൻ, ശൂലം ജഗ്രാഹ, ശൂലം കയ്യിലെടുത്തു. വാള് പൊട്ടിപ്പോയപ്പോൾ ശൂലം കയ്യിലെടുത്തു. തതഃ സഹ, അനന്തരം അവൻ, ആ ചിക്ഷുരൻ, ശൂലം ജഗ്രാഹ, ശൂലത്തെ കയ്യിലെടുത്തു. എന്നിട്ട് കോപദാരുണ ലോചന, കോപം കൊണ്ട് ദാരുണമായ ലോചനത്തോടുകൂടി, കോപം കൊണ്ട് ഇതായിട്ടുള്ള, പേടിപ്പെടുത്തുന്നതായിട്ടുള്ള കണ്ണുകളോടുകൂടി, രക്തവർണമായിട്ടുള്ള കണ്ണുകളോടുകൂടി, കോപത്തോടുകൂടി ശൂലം കയ്യിലെടുത്തു. വാള് പൊട്ടിപ്പോയപ്പോൾ ശൂലം കയ്യിലെടുത്തു എന്നാണ്. ചിക്ഷേപച തതസ്തത്ര ഭദ്രകാള്യം മഹാസുരഃ ജാജ്വല്യമാനം തേജോഭി രവിബിംബവിവാപരം. എന്നിട്ട് അത് ചിക്ഷേപച തതസ്തത്ര, തത്ര, ആ യുദ്ധത്തിൽ, തതഃ, അനന്തരം, ചിക്ഷേപച, അത് എറിയുകയും ചെയ്തു. ശൂലം എറിഞ്ഞു.
ചിക്ഷേപ എറിയുകയും ചെയ്തു. എന്താണ്? ഭദ്രകാള്യം, ഭദ്രകാളിയുടെ നേരെ, ഭദ്രകാളിയിൽ എറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയുടെ നേരെ എറിഞ്ഞു. മഹാസുരൻ, ആ അസുരൻ ഭദ്രകാളിയുടെ നേരെ ആ ശൂലം എറിഞ്ഞു. എങ്ങനെയുള്ളതാണ് ആ ശൂലം എന്നാണ് പറയണത്. ഇനി ജാജ്വല്യമാനം തേജോഭീ രവിബിംബം വിവാപരം. തേജോഭീ ബിംബം എന്ന് പറയുമ്പോൾ തേജോഭിഹി എന്നാണ് പദമുറിയ. തേജോഭി തേജസ് കൊണ്ട് രവിബിംബം ഇവ അപരം ജാജ്വല്യമാനം നല്ലപോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള, അത്യധികമായി പ്രകാശിക്കുന്നതായിട്ടുള്ള ശൂലം. എങ്ങനെ? രവിബിംബം ഇവ അപരം രവിബിംബം ഇവ മറ്റൊരു സൂര്യബിംബം പോലെ, രവി സൂര്യൻ, മറ്റൊരു സൂര്യബിംബം പോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള ആ ശൂലത്തെ ദേവിയുടെ നേരെ എറിഞ്ഞു എന്നാണ്. ചിക്ഷേപച തതസ്തത്ര തതഃ അനന്തരം തത്ര, അവിടെ ആ യുദ്ധത്തിൽ മഹാസുരൻ ജാജ്വല്യമാനം തേജോഭി തേജസ് കൊണ്ട് ജ്വലിച്ചുകൊണ്ട് അപരം രവിബിംബം ഇവ മറ്റൊരു രവിബിംബം പോലെ, സൂര്യബിംബം പോലെയുള്ളതായിട്ടുള്ള ആ ശൂലത്തെ ഭദ്രകാള്യാം ചിക്ഷേപ, ഭദ്രകാളിയുടെ നേരെ ചിക്ഷേപ എറിഞ്ഞു. ദൃഷ്ട്വാ തദാപതച്ഛൂലം ദേവീ ശൂലമമുഞ്ചത തേന തഥാ നീത ശൂലം സ മഹാസുരഃ തേന ശൂലേന നിർഭിന്നോ നിപപാതമഹീതലേ. ഇനി അവിടെ 6 വരിയായിട്ടാണ് ആ ശ്ലോകം, 3 കൂടിയിട്ടാണ് പറയണത്. ദൃഷ്ട്വാ തദാപതത് ശൂലം, ദൃഷ്ട്വാ കണ്ടിട്ട്, എന്താ കണ്ടിട്ട്? തത് ആപതത് ശൂലം, ആപതത്തായിരിക്കുന്ന തൻ്റെ നേരെ വരുന്നതായിട്ടുള്ള പതിക്കുന്നതായിട്ടുള്ള ആ ശൂലത്തെ കണ്ടിട്ട്, അതായത് ഇയാള് ചിക്ഷുരൻ എറിഞ്ഞതായിട്ടുള്ള ശൂലം തൻ്റെ നേർക്ക് വരുന്നത് കണ്ടിട്ട്, ദൃഷ്ടുവ അത് കണ്ടിട്ട്, തത് ആപതത് ശൂലം തൻ്റെ നേരെ വരുന്നതായിട്ടുള്ള ആ ശൂലം കണ്ടിട്ട്, ദേവി ശൂലം അമുഞ്ചത, ദേവിയും ശൂലം അമുഞ്ചത തൻ്റെ ശൂലത്തെ മോചിപ്പിച്ചു, തൻ്റെ ശൂലം ഇയാളുടെ നേരെ എറിഞ്ഞു എന്നുള്ളതാണ്. ദേവി ശൂലം അമുഞ്ചത തേന തൂല ശതഥാനീതം ശൂലം സച ശൂലം തേന, ആ ശൂലം കൊണ്ട്, ദേവി എറിഞ്ഞതായിട്ടുള്ള ആ ശൂലം കൊണ്ട്, തേന ആ ശൂലം കൊണ്ട്, തത് നീതം തത്, അതായത് ഈ അസുരൻ എറിഞ്ഞതായിട്ടുള്ള ശൂലം, തത് എന്ന് പറയുന്നത് അവിടെ അസുരന്റെ ശൂലത്തിനെയാണ്. തത് നീതം 100 പിളർന്നു, 100 കഷ്ണമായി എന്നാണ്. അസുരൻ എറിഞ്ഞതായിട്ടുള്ള ശൂലം 100 കഷ്ണമായി തീർന്നു. നീതം നയിക്കപ്പെട്ടു എന്നാണ് നീതം എന്ന് പറയുമ്പോൾ. 100 കഷ്ണമായിട്ട് തീർന്നു എന്നുള്ളതാണ്. ശൂലം സച മഹാസുര, ആ ശൂലം 100 തീർന്നു. സച മഹാസുര, ആ മഹാസുരനും തേന ശൂലേന നിർഭിന്ന, ആ ശൂലം കൊണ്ട് നിർഭിന്നനായിട്ട് പിളർന്ന്, ദേഹം പിളർന്ന്, ഭിന്നനായിട്ട് ദേഹം പിളർന്ന്, നിപപാത മഹീതലേ നിപപാത, മഹീതലത്തിൽ ഭൂമിയിൽ പതിച്ചു. അതായത് ചിക്ഷുരൻ ആദ്യം ശൂലം എറിഞ്ഞു ദേവിയുടെ നേരെ, ദേവിയുടെ ശൂലം എറിഞ്ഞു. ആ ശൂലം, ദേവിയുടെ ശൂലം മറ്റേ ശൂലത്തെ 100 കഷ്ണമാക്കിയിട്ട് ചിക്ഷുരനെയും കീറി മുറിച്ചു. അയാള് നിലത്ത് വീണു എന്നാണ്. ഭൂമൗ പപാത, മഹീതലേ നിപപാത, മഹീതലത്തിൽ ഭൂമിയിൽ നിപതിച്ചു. ഹതേ തസ്മിൻ മഹാവീര്യെ മഹിഷസ്യ ചമൂപതൗ ആജഗാമ ഗജാരൂഢശ്ചാമരസ്ത്രിദശാർദ്ദനഃ. ഹതേ തസ്മിൻ ഹതേ, ആ ചിക്ഷുരൻ ഇപ്രകാരം കൊല്ലപ്പെട്ടപ്പോൾ, വധിക്കപ്പെട്ടപ്പോൾ, തസ്മിൻ ഹതേ, ആ ചിക്ഷുരൻ മരിച്ചപ്പോൾ, വധിക്കപ്പെട്ടപ്പോൾ, മഹാവീര്യനായിട്ടുള്ള ആ ചിക്ഷുരൻ, മഹാവീര്യത്തോടു കൂടിയ, അത്യധികം വീര്യത്തോടു കൂടിയതായിട്ടുള്ള ആ ചിക്ഷുരൻ ഇപ്രകാരം വധിക്കപ്പെട്ടപ്പോൾ, മഹിഷസ്യ ചമൂപതൗ, ആരാണ് ചിക്ഷുരൻ? മഹിഷസ്യ ചമൂപതൗ, മഹിഷന്റെ സേനാധിപതിയായി, ചമൂപതി സേനാനായകനായിട്ടുള്ള ആ ചിക്ഷുരൻ ഇപ്രകാരം വധിക്കപ്പെട്ടപ്പോൾ, ആജഗാമ ഗജാരൂഢ ചാമരസ്ത്രിദശാർദ്ദന, ത്രിദശാർദ്ദന ചാമരഃ, ത്രിദശന്മാരെ അർദ്ദിക്കുന്നതായിട്ടുള്ള, ത്രിദശന്മാർക്കെല്ലാം ഭയം നൽകുന്നതായിട്ടുള്ള, അവരെയൊക്കെ മർദ്ദിച്ചതായിട്ടുള്ള ആ ചാമരൻ എന്നുള്ള മഹാസുരൻ,
ചാമരൻ എന്നുള്ളതായിട്ടുള്ള മഹാസുരനെയും പറഞ്ഞു. അദ്ദേഹം കുറേ സേനകളോട് കൂടിയിട്ടാണ് വന്നതെന്നൊക്കെ നേരത്തെ പറഞ്ഞു. ആ ചാമരൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ ഗജാരൂഢ ആജഗാമ, കുതിരപ്പുറത്ത് കയറിയിട്ടാണ്, അല്ല ആനപ്പുറത്ത് ഗജാരൂഢനായിട്ടാണ് അയാളുടെ വരവ്. ഗജാരൂഢ ആജഗാമ, ഗജാരൂഢനായിട്ട് ആനപ്പുറത്ത് കയറി വന്നു എന്ന്, ആജഗാമ വന്നു. ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ. സിംഹമാഹത്യ ഖഡ്ഗേന തീക്ഷ്ണധാരേണ മുക്തനി ആജഘാന ഭുജേ സവ്യേ ദേവീമപ്യതിവേഗവാൻ. അതിവേഗവാൻ ചിക്ഷുരഃ, അതിവേഗത്തോടു കൂടിയതായിട്ടുള്ള ആ ചിക്ഷുരൻ എന്നുള്ളതായിട്ടുള്ള സേനാപതി സിംഹം